ഇവനെ ഞാൻ തീറിക്കോളാം. ഓക്കെ, ചെക്കന്റെ മേത്ത് കൈവെക്കാൻ പോയി എന്ന് പറഞ്ഞപ്പോ അവനെ ഞാൻ തീറിക്കോളാം. അടി കീറിച്ചല്ലോ ഓൾറെഡി. ഓടി 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 പോലെ സാറേ ആ പ്രൂഫ് ഒന്ന് കാണിച്ചാ. സാറെ വേഗം വാച്ചിങ് കൂടി മോശം വേഗം വാച്ച് കൂടിച്ചാ ഫേസ് വാല്യൂ വേണ്ടേ. ഇതാ ഈ ആൾക്ക് ഫേമസ് ഒന്നാണ്. എന്താണ് ഇത് അവസ്ഥ? ഇതെന്തിടെ നടക്കുന്നത്? ഇപ്പൊ പോയി ലൈവോളൊക്കെ പോയി ഇത്രയും നേരം പറഞ്ഞോ ലൈവ് ആകുമ്പോ മാന്യത അല്ലെങ്കിൽ എന്ത് സാറ് പോന്നോ. തൊപ്പി ഗ്യാങ്ങിലെ മമ്മു ഉണ്ടല്ലോ, പെണ്ണുങ്ങൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കാൻ പോയിരുന്നു എന്ന് അഭിമാനത്തോടെ പറഞ്ഞ ആ അരപ്പൻ, അവൻ തന്നെ. ഇവനെ കുറിച്ച് എന്താ പറയാ? ഓരോ ദിവസം കഴിയുന്തോറും ഇവൻ പറയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവൻ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എയർ ഹോസ്റ്റസിനോട് അപമര്യാദയായി പെരുമാറിയതും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാവല്ലോ അല്ലെ. ഇത്തവണ അവന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ട്രെയിനിൽ വെച്ചാണ്. ഇവ മാത്രല്ല, തൊപ്പീന്റെ ഗ്യാങ്ങിലുള്ള വേറെ 2 ചെക്കന്മാരുണ്ട്, ഒരു ആദിലും ജാസിയും. ഇതിൽ ആദിലിന് 18 വയസ്സ് പോലും ആയിട്ടില്ലെന്നാണ് പറയുന്നത്, അതായത് ആള് മൈനറാണ്. എന്തായാലും ഇവര് 3 പേരും ട്രെയിൻ കയറി. ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് ആയിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷെ ഇവർ കയറിയത് സ്ലീപ്പർ കോച്ചിലാണ്. TTRനെ കണ്ട് ടിക്കറ്റ് അപ്ഗ്രേഡ് ആക്കി സ്ലീപ്പറിൽ തന്നെ യാത്ര ചെയ്യാനായിരുന്നു ഇവരുടെ പ്ലാൻ. പക്ഷെ TTR അതിന് സമ്മതിച്ചില്ല. അങ്ങനെ ഇവർ 3 പേരും TTRും തമ്മിൽ ചെറിയ വഴക്കായി, ഉന്തും തള്ളുമൊക്കെയായി. അതിനിടയിൽ TTR മൈനറായ ആദിലിനെ പിടിച്ച് തല്ലി എന്നാണ് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചെക്കന്മാര് വീഡിയോയും ലൈവും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം തുടങ്ങുന്നതും തല്ലി എന്ന് പറയുന്നതും ഒന്നും ലൈവിലോ വീഡിയോയിലോ ഒന്നുമില്ല. അതിനുശേഷം നടന്ന കാര്യങ്ങളാണുള്ളത്. ലൈവില് മമ്മൊക്കെ കാണിച്ചു കൂട്ടുന്ന ഷോ ഒന്ന് കാണണം മക്കള്, അങ്ങോട്ടൊന്ന് കൊടുക്കാൻ തോന്നുന്നു. എന്തായാലും MR ജാസി ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കണ്ടോക്കാം. എന്താ സംഭവം എന്ന് വെച്ചാല് കുറ്റിപ്പുറത്ത് നമ്മളൊരു ഇതിന്റെ ഭാഗമായിട്ട് എന്താ നമ്മൾ പറയുന്നത്, നമ്മൾ 3-4 ദിവസമായിട്ട് അവിടെയാണ്. അപ്പൊ ഇന്ന് തിരിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് പോവാം. അപ്പൊ കൊച്ചിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ട്രെയിൻ കയറിയിട്ട് എത്ര 11:45 അങ്ങനെ ഒന്നാണ് ട്രെയിൻ ടൈം വരുന്നത്. ഇപ്പൊ ട്രെയിൻ കയറി നമ്മള് നോർമൽ ടിക്കറ്റ് എടുത്തത് പെട്ടെന്ന് നമ്മൾ നോർമൽ ടിക്കറ്റ് എടുത്ത് അവസാനം ബോഗിയിലേക്ക് പോവാം. നമ്മൾ ബോഗിയിലേക്ക് പോകുമ്പോൾ ട്രെയിൻ ഓൾറെഡി ഓണായി മൂവ് ചെയ്ത് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോലീസുകാരുണ്ട്, അപ്പൊ ട്രെയിൻ തന്നെ പോലീസുണ്ട്. അപ്പൊ പോലീസുകാർ പറഞ്ഞ മോനെ ഒരു കാര്യം ചെയ്യും, എന്താക്കി ഇവിടെ, അതായത് നമ്മൾ സ്ലീപ്പറിന്റെ അടുത്താളുള്ളത് ജനറൽ കോപ്പിലേക്ക് കുറെ പോവാണ്ട് മോനെ ഇവിടെ കയറിക്കുന്ന TTR കണ്ടിട്ട് ജനറൽ ടിക്കറ്റ് കൺവേർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു സുഖം, നമുക്കത് സുഖം, അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക സ്ലീപ്പറായിട്ട് പോണി കിടന്നിട്ട് പോകാം. നമ്മൾ നോർമൽ ടിക്കറ്റ് കൊണ്ട് TTR അടുത്ത് പോയി. TTR അടുത്ത് പോകുമ്പോൾ ഇയാൾ കാണുമ്പോൾ തന്നെ പറയുന്ന കാര്യം എന്താ അറിയോ, ഇതൊക്കെ തൊമ്മാടികൾ നിങ്ങൾ പോലത്തെ നമ്മളൊന്ന് മുടി കണ്ടിട്ട് അങ്ങനെ പറയുന്നത്, ഇന്ന് തൊമ്മാടികളെ പോലത്തെ ആൾക്കാർ നിങ്ങൾ ട്രെയിനിൽ കയറുന്നത് പോടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് നോക്കി. ഞാൻ പറഞ്ഞു സാറേ നോർമൽ ടിക്കറ്റ് ആണ്, നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണത്. നോർമലി സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പരിപാടി, അതായത് എന്താ പറയുക നോർമൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിലേക്കോ ഏതിലും വേണ്ട കൺവേർട്ട് ചെയ്തിട്ട് സാധനം നമുക്ക് കിട്ടും. ഇയാൾ അപ്പാട് പോടാ എന്തെങ്കിലും ഡ്രഗ്സ് അടിച്ചു, നിങ്ങൾ എന്തെങ്കിലും അടിച്ചു, അങ്ങനെ വെച്ചിട്ട് ഇയാൾ ചൂടായി. ഓക്കെ, മുടിയൊക്കെ നീട്ടി വളർത്തി കുറച്ച് ഫ്രീക്കായി നടക്കുന്ന ചെക്കന്മാരെ കാണുമ്പോൾ എന്താടാ കഞ്ചാവാണോ MDMA ആണോ എന്നൊക്കെ ചോദിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. പക്ഷെ ഒരു ട്രെയിനിൽ വെച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതെ TTR വരെ നിങ്ങൾ തമ്മാടി ചെക്കന്മാർ എന്തിനാ ട്രെയിനിൽ കയറിയത്, നിങ്ങളൊക്കെ ലഹരി അടിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്തോ പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാത്ത പോലെ. ഒന്ന് ടിക്കറ്റ് മാറ്റി തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരാൾ തിരിച്ചിങ്ങനെയൊക്കെ പെരുമാറോ? ടിക്കറ്റ് മാറ്റി തരാൻ പറ്റൂലെങ്കിൽ പറ്റൂല, അടുത്ത സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ട് ജനറലിൽ കയറിക്കോ എന്നല്ല എല്ലാവരും സാധാരണ പറയാ. അല്ലാണ്ട് കാണുമ്പോൾ തന്നെ നീയൊക്കെ തെമ്മാടിയാണ് കഞ്ചാവാണെന്നൊക്കെ ആരെങ്കിലും പറയൂ? അല്ല, മമ്മൊക്കെയല്ലേ ആൾക്കാർ, അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കാൻ കഴിയൂല. ഇവനൊക്കെ കയ്യിലിരിപ്പ് നമുക്ക് അറിയാലോ. TTRനെ കണ്ടപ്പോ എന്തെങ്കിലും ഡയലോഗ് അടിച്ചിട്ടുണ്ടാകും. ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്ത ചെക്കന്മാരാണ്. എടോ കോട്ടിട്ട് ചങ്ങായി ഞങ്ങളുടെ ടിക്കറ്റ് ഒന്ന് മാറ്റിക്കൊണ്ട എന്നൊക്കെ പോയി പറഞ്ഞു കാണും. ഇവന്മാരുടെ വർത്താനം കേട്ട് ചൊറിഞ്ഞു കയറി TTR നല്ലോണം പറഞ്ഞു കാണും. അതാവും സംഭവിച്ചിട്ടുണ്ടാവാം. അല്ല, അങ്ങനെ സംഭവിക്കാലോ. ഇവന്മാര് ഫ്ലൈറ്റ് കയറി എയർ ഹോസ്റ്റസിനോട് കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതല്ല. അപ്പൊ പിന്നെ ട്രെയിനിലെ TTRന് ഇവന്മാര് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും ബാക്കി കൂടെ ഉണ്ടോക്കാം. ഫസ്റ്റ് ഞാൻ മാത്രമേ ഞാൻ പോയിട്ട് ആദ്യം മമ്മോട് പറയാ അവര് ഒരു ബോഗി വെഹിക്കലുണ്ടായി നടന്നു വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പിന്നെ അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞല്ല നമുക്ക് പോയി ചോദിച്ചോക്കാം. എന്നിട്ട് അങ്ങനെ ചോദിക്കാൻ പോയി. അപ്പൊ മുമ്പിൽ ആദ്യം നടന്നു കൊടുക്കുന്നത്, ആദ്യം മുമ്പ് പോകുന്നത് ഞാനും മമ്മും വെഹിക്കലുണ്ട്. ഇയാളെ കണ്ടോട് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞത് ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്താക്കി ആദ്യം അടിക്കാൻ നോക്കി. അപ്പൊ നമ്മൾ സാറെ ഓനെ അടിക്കരുത് മൈനർ. ഞാൻ പെട്ടെന്ന് എന്റെ 13 Pro എടുത്തിട്ട് അവൾ വീഡിയോ ഓണാക്കി. അപ്പൊ ഓനെ അടിക്കരുത് മൈനർ 17 വയസ്സുള്ളൂ. എന്ത് മൈനർ കുറച്ച് തെറി വിളിച്ച് എന്തായി കഴിഞ്ഞാൽ എനിക്ക് എന്താ ഇറങ്ങി പോടാ ട്രെയിനിന്, ഇങ്ങോട്ടൊക്കെ ആരുടെ ട്രെയിനിൽ കയറാൻ പറഞ്ഞു. ട്രെയിൻ അപ്പുറത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ട്രെയിൻ ഇറങ്ങാൻ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മുടെ വാതിലുണ്ടാവില്ല, പുറത്തുനിന്ന വാതിൽ, അതിന്റെ അങ്ങോട്ടേക്ക് ഇവന്റെ കഴുത്തിന്റെ ഇവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കാൻ നോക്കി. നമ്മുടെ സാറെ നടക്കുന്ന അപ്പൊ തന്നെ വീഡിയോ ആണ്. അപ്പൊ അയാൾ ഫോൺ പിടിച്ച് ഞാൻ ഫോൺ തിരിച്ചു വാങ്ങി. സാറെ ഒരിക്കലും പറ്റില്ല, സേഫ്റ്റി വേണം, നമ്മൾ വീഡിയോ എടുക്കണം പറഞ്ഞാൽ ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പറഞ്ഞു സാറേ നമ്മൾ പോലീസുകാർ കണ്ടേ, ഏത് പോലീസുകാരെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോലീസുകാരൊക്കെ വിളിക്കാൻ പോയി. എന്നിട്ട് അയാൾ വിളിക്കാണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു. നമ്മൾ സാറ് പറഞ്ഞ സാറെ ഒന്നെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി നമ്മൾ മാറിക്കോളൂ, സാർ ഇത് കൺവേർട്ട് ആയിട്ടില്ലെങ്കിൽ ഇനി ഇത് കൺവേർട്ട് ആയിട്ടാ അയാൾ മനസ്സിലെന്ന് പറഞ്ഞു. എന്നിട്ട് കുറെ തെറി വിളിച്ചു. നമ്മൾ സാറെ ഒരിക്കലും വിളിക്കാൻ പാടില്ല, മോശം പറഞ്ഞു. എന്നിട്ട് അയാൾ പോലീസിനെ വിളിച്ചുകൊണ്ടെന്ന് പോലീസ് സംസാരിച്ച സമയത്ത് 13 Pro മേടിച്ച് നമ്മൾ തിരിച്ചു മേടിച്ചു. ഇവന്റെ ആധാർ കാർഡ് മേടിച്ച് നമ്മൾ ടിക്കറ്റ് ഓൾറെഡി എന്നിട്ട് ആദ്യം മേടിച്ചില്ല. ടിക്കറ്റ് മേടിച്ച് കുത്തി വരഞ്ഞ് ടിക്കറ്റ് തന്നില്ല. ടിക്കറ്റ് തരാതിരുന്നപ്പോൾ ഞാൻ ആദ്യം മമ്മോട് പോയി പറഞ്ഞാ അയാൾ ഇങ്ങനെ ടിക്കറ്റ് മേടിച്ചു തരുന്നില്ല. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി പോകുന്നിട്ട് നമ്മൾ രണ്ടാളും പോയ പണി പ്രശ്നം മൊത്തം ഉണ്ടാകുന്നു. അതിനോട് ചൂടായതും മൈനറാന്ന് പറഞ്ഞിട്ട് പോലും പിടിച്ച് അടിക്കാൻ നോക്കിയത്. ഇതാണ് ഇടയ്ക്ക് സംഭവം ഉണ്ടായത്.
ഓക്കെ, അപ്പൊ TTR അപമര്യാദയായി പെരുമാറുക മാത്രമല്ല തങ്ങളെ കൈയാറ്റം ചെയ്യാനും ശ്രമിച്ചെന്നാണ് ഇവൻ പറയുന്നത് അല്ലെ. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആദിൽ എന്ന് പറയുന്ന ചെക്കനെ, അവൻ മൈനറാണ്. അവൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും TTR തള്ളിയിടാൻ വരെ നോക്കിയെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതൊക്കെ ഉള്ളതാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ TTR ഇവരെ കൈയേറ്റം ചെയ്യാനും കൂടി തുടങ്ങിയതോടെയാണ് ഇവരെന്താക്കിയത്, സ്വയം രക്ഷയ്ക്കെന്നും പറഞ്ഞ് ഇവരെ ലൈവ് ഇടാൻ തുടങ്ങിയത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ലൈവ് ഇടുന്നതും വീഡിയോ എടുത്ത് വെക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ്. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് പോലീസുകാരോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള അതോറിറ്റിയിലുള്ള ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും കേസ് തിരിയാൻ സാധ്യതയുണ്ട്. സോ നമുക്കൊരു ഉറപ്പിന് വേണ്ടി വീഡിയോ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഡ്യൂട്ടി തടസ്സപ്പെടുത്താതെ വീഡിയോ എടുക്കുന്നതിൽ നിയമപ്രകാരം അനുവദിച്ചിട്ടുള്ളതുമാണ്. ഈ പോലീസുകാരോടും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടുമുള്ള പ്രശ്നങ്ങളിൽ സാധാരണ ഇതുപോലെ വീഡിയോ എടുത്ത സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഈ വീഡിയോകൾ സാധാരണക്കാരുടെ രക്ഷയ്ക്ക് എത്തുകയും ചെയ്തിരുന്നു. വീഡിയോ എടുക്കുന്നതിന് മുമ്പും വീഡിയോ എടുത്ത് കഴിഞ്ഞാലുമുള്ള പോലീസുകാരുടെ സ്വഭാവം എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും വീഡിയോ എടുക്കുന്നതിന് പവർ എന്താണെന്നുള്ളത്. എന്തായാലും അമ്മുവും ടീമും ട്രെയിനിൽ നിന്ന് തന്നെ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശേഷം ട്രെയിനിൽ നിന്നും ഇറങ്ങിയ ശേഷവും ഇവർ ലൈവ് കണ്ടിന്യൂ ചെയ്തു. ഈ ലൈവിനിടയിൽ നേരത്തെ TTRുമായി ഉണ്ടായ പ്രശ്നത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇവർ പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടോക്കാം. ഫുള്ള് വേറെ കുറച്ചുണ്ട്, അത് ഞാൻ പിന്നെ കുറച്ചും കാണിച്ചു തരാം. ഓക്കെ, ഇവര് പറയുന്ന പോലെ TTR ഇവർ അടിക്കുന്നതോ ട്രെയിനിൽ നിന്നും തള്ളിയിടാൻ ശ്രമിക്കുന്നതോ ഒന്നും വീഡിയോയിലില്ല. ആള് ഇവരോട് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവര് തിരിച്ച് TTRോട് പറയുന്നതാണ് മുട്ടൻ കോമഡി. ഞങ്ങൾ തൊപ്പീന്റെ ആൾക്കാരാണെന്നാണ് ഇവർ TTRോട് തിരിച്ചു പറയുന്നത്. ഇതാണ് ഇവരുടെയൊക്കെ നിലവാരം. അല്ല, ഈ തൊപ്പീന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ TTR ഇവർ ആനയിച്ചു കൊണ്ടുപോയി സ്ലീപ്പർ ടിക്കറ്റ് എടുത്തു കൊടുക്കുമെന്നാണ് ഇവർ കരുതിയത്. അതോ ഞങ്ങൾ തൊപ്പിയുടെ ആൾക്കാരാടാ, വെടക്കാടാ ഞങ്ങളോട് മുട്ടാൻ നിൽക്കണ്ട എന്നാണ് ഈ ചെക്കന്മാർ ഉദ്ദേശിച്ചത്. എന്ത് തന്നെയായാലും സംഭവം ചിച്ചിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിന് ആരാടെ ഈ തൊപ്പി എന്നാണ് TTR തിരിച്ചു ചോദിച്ചത്. അല്ല, കുറെ കാലമായി ഇവന്മാര് തൊപ്പിയെ പറയിപ്പിക്കാൻ തുടങ്ങിയിട്ട്. സ്വന്തമായി വള്ളിപിടുത്തമൊക്കെ തൊപ്പി നിർത്തിയിട്ട് കാലം കുറയായി. പഴയ പോലൊന്നല്ല, കുറച്ചൊന്ന് ഒതുങ്ങി ജീവിക്കാണ് ആള്. പക്ഷെ ഇവന്മാരെ അതിനെ സമ്മതിക്കൂലല്ലോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ വള്ളിക്കേട്ട് കേസായിട്ട് വരും. അല്ലെങ്കിലും തൊപ്പിക്ക് അങ്ങനെ തന്നെ വേണം. ഇജാതി വക്ക് പൊട്ടിയന്മാരൊക്കെ കൂടെ നിർത്തിയിട്ടല്ലേ, അങ്ങനെ തന്നെ വേണം. കഴിഞ്ഞില്ല, ഇനി ലൈവില് വന്നിട്ട് മമ്മന് കുറച്ച് ഷോ ഉണ്ട് മക്കളെ, തീട്ടമാരി അറിയാൻ തോന്നും. അതൊന്ന് കണ്ടോക്കാം. എനിക്ക് പ്രൂഫ് കിട്ടിയാ, എനിക്ക് നീ കാണിച്ചിട്ട് സാധനം കിട്ടിയാ അന്റെ പ്രൂഫ് കൊണ്ടുപോയി സാറേ. മുഖം കിട്ടാൻ വേണ്ടിട്ട് ഫേമസ് ആകാൻ വേണ്ടിട്ട് വരല്ലേ? ഓക്കെ ഫേമസ് ആണ് എന്റെ അടുക്ക്, ഒന്നും പറ്റില്ല, വേഗം കൊടുത്ത് അവിടെ. ഏതടവനൊക്കെ എന്താ അവനോടൊക്കെ പറയാ. പോലീസുകാരൻ അയാളുടെ ഡ്യൂട്ടിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഉള്ളത്. അല്ലാതെ നിന്റെയൊക്കെ ലൈവിൽ കയറി ഫേമസ് ആവേണ്ട ഗതികേടൊന്നും അയാൾക്കില്ല. അത് ട്രെയിനാണ്, എല്ലാവർക്കും അതിലൂടെ നടക്കാനുള്ള അവകാശമുണ്ട്. നീയൊക്കെ ലൈവ് ചെയ്യുന്നുണ്ടെന്ന് കരുതി ആൾക്കാർക്ക് അതിലൂടെ നടക്കൊന്നും വേണ്ടേ? ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ MR ജെറ്റിന്റെ തറവാട് സ്വത്താണെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. അല്ല, ഇവന്മാരുടെ സ്വഭാവം കണ്ടില്ല നിങ്ങൾ. വെറുതെ അതിലൂടെ നടക്കുന്ന പോലീസുകാരനെ വരെ കയറി ചൊറിയുന്നു. ഇതാണ് കയ്യിലിരിപ്പ്. TTR ഇവന്മാരെ പിടിച്ച് തള്ളിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അല്ല, ഇതൊക്കെ കണ്ടും കേട്ടും എത്ര നേരം ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? നിങ്ങൾ തന്നെ പറ. അടി എരന്ന് വാങ്ങുന്ന ടീമാണ് ഇവനൊക്കെ. എന്തായാലും ബാക്കി ഇവിടെ നോക്കാം. സാറിനോട് നമുക്ക് ആദ്യം റെസ്പെക്ട് ശരിക്കും ശരി, പോലീസുകാർ ഇവന്മാരുടെ ഇടയിൽ പെട്ടുപോയിട്ടോ. ഇവർ അതിനിടയിൽ വക്കീലിനൊക്കെ വിളിച്ച് നിയമോപദേശമൊക്കെ തേടിയിട്ടുണ്ട്. ധൈര്യമായിട്ട് വീഡിയോ എടുത്തതെന്ന് വക്കീലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചില സന്ദർഭങ്ങൾ അത് നല്ലതാണ്. പക്ഷെ ഇവന്മാര് വെറുതെ വീഡിയോ എടുക്കല്ലോ, വീഡിയോയിൽ വന്ന് ഷോ ഇറക്കല്ലേ ചെയ്യുന്നത്. പോലീസുകാരെ കളിയാക്കുന്നു, പ്രവോക്ക് ചെയ്യുന്നു. ഇതാണ് ഇവരുടെ പരിപാടി. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് പോലീസുകാർ ഇവന്മാർക്കെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കേസെടുത്ത് അത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ ഈ വീഡിയോയും ചീഞ്ഞ സംസാരവും ഒക്കെ കേൾക്കുന്ന ജഡ്ജി പൊളിഞ്ഞു കയറി ഇവന്മാരെ തന്നെ പിടിച്ച് ശിക്ഷിക്കാനും സാധ്യതയുണ്ട്. ഈ റെയിൽവേ പോലീസും ഒക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ് മക്കളെ. വാർഡ് മെമ്പറെ വിളിച്ച് പറഞ്ഞാലൊന്നും കേസ് ഒതുങ്ങൂല. അത്രയും ഓർത്താൽ മതി. ടിക്കറ്റ് മാറ്റി തരില്ല എന്ന് TTR പറഞ്ഞപ്പോ ഓക്കെ, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ജനറലിലേക്ക് തന്നെ തിരിച്ചു കയറിക്കോളാം എന്ന് പറയേണ്ട പ്രശ്നമേ ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇപ്പൊ ഇത്രയും വശങ്ങളായി ഇവിടെ വരെ എത്തിയത്. എന്തായാലും ഇനി ഇവർ ലൈവിൽ തൊപ്പി വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊന്നും കണ്ടോക്കാം. ഞാൻ തീർക്കോളാം. ഓക്കെ, ചെക്കന്റെ മേത്ത് കൈവക്കാൻ പോയി ഇറങ്ങും, അവിടെ ഞാൻ തീർക്കോളാം. ഓൾറെഡി ഓടി സാറേ ആ പ്രൂഫ് ഒന്ന് കാണിച്ചാ. സാറ് വേഗം വാച്ചിങ് കൂടി മോശമായി വാച്ചിങ് കൂടിയിട്ടാ ഫേസ് വാല്യൂ വേണ്ടേ? ഈ ആൾക്ക് ഫേമസ് ഒന്നാണ്. എന്താണ് ഇത് അവസ്ഥ? ഇതെന്തിനാ നടക്കുന്നത്? ഇപ്പൊ പോയി ലൈവോളൊക്കെ പോയി. ഇത്രയും ദൈവം മാനത അല്ലെങ്കിൽ എന്ത് സാറ് പോണോ? ഞാൻ നോക്കിക്കോളൂ. ഓക്കെ. ശരി, ചെക്കന്റെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ ഓന്റെ ചീട്ട് കീറിക്കോണം എന്നൊക്കെയാണ് തൊപ്പി പറയുന്നത്. എന്ത് കണ്ടിട്ടാണ് തൊപ്പി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തൊപ്പിക്കൊന്ന് ആലോചിച്ചാൽ പോരെ, മമ്മൊക്കെയാണ് കൂടെ ഉള്ളത്. വല്ല വള്ളിക്കെട്ടി കേസുമായിരിക്കും എന്നുള്ളത് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവൂലേ. കൂടുതൽ വള്ളി പിടിക്കാതെ തിരിച്ചു വരാൻ പറയുന്നതിന് പകരം അവന്റെ ചീട്ട് ഞാൻ കീറും എന്നൊക്കെ പറഞ്ഞ് ചെക്കന്മാരെ ആവേശത്തിലാക്കി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഒരിക്കലുമല്ല. എന്നാലും ബാക്കിയുടെ ഉണ്ടോക്കാം.
ഇത്ര നേരം നമുക്ക് ഞാൻ പറയട്ടെ? ഇപ്പം പോയാ ഞാൻ പറയാം. ടീറ്റാർ ഇന്നോട് എന്തെങ്കിലും ചോദിച്ചത് എന്താ മെഡിക്കൽ എടുക്കാനാ മെഡിക്കൽ കാര്യം മെഡിക്കൽ എടുക്കാം വെറും മറ്റടുത്ത ചോദ്യമാണ് ചക്കനോട് ചോദിച്ചത്. എങ്ങനെയാ മുത്ത എന്താണ് ചങ്ങാന്റെ പേര്? കൃഷ്ണകുമാരാ മുത്തിങ്ങോ ടീച്ചർ പേര് തൂറി മെഴുകിയിട്ടാണുള്ളതൊക്കെ പോയിട്ട് തൂറി മെഴുകിയിട്ടാണുള്ളത് ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല. ഓ വാ ഇതൊക്കെ കാരക്കല്ല എല്ലാം സ്പ്രേ എന്തെങ്കിലും എടുത്തോട്ടെ അടിച്ചോ അത്ര അടിച്ചോ ഓക്കെ നമ്മളിപ്പോ സ്റ്റേഷനിലാണ് നമ്മളെ ടീച്ചർ അറിയില്ല ഫ്ലൈറ്റ് തിന്നതാ എന്ത് വർത്താനം ചക്കനോട് അല്ലല്ല ഓനോട് ചോദിക്കണ്ടേ അല്ല നീ എന്നാ പറ പ്രൂഫ് അപരാധിച്ച വർത്താനോട് നിങ്ങൾ എന്താ പേര് നോക്കട്ടെ സാറില്ലേ ഇവനെ ഈ മൈനർ എന്ന് പറഞ്ഞ വ്യക്തിനെ അടിക്കാൻ നോക്കിയത് അല്ല സാറേ എവിടെ പോന്ന് അവിടെ ചോറ് കൊടുക്കുന്നുണ്ടാ? നേരത്തെ ചോറ് കൊടുക്കുന്നുണ്ടാ സ്റ്റേഷനിൽ പോണ പോലും അടിക്കണ്ടേ എന്താ അറിയേണ്ടത്? ഡ്രഗ്സ് അടിച്ചോ? ഡ്രഗ്സ് അടിച്ചോ ചോദിക്കണോ? ഡ്രഗ്സ് അടിച്ചോ? ഒരു മിനിറ്റ് സാറിനുണ്ടോ അറിയാൻ പോലും സാർ എന്താണ് ഡ്രഗ്സ് അടിച്ചോ? അടിക്കാൻ ടീച്ചർ അടിക്കാൻ പോകുന്നത് അടിക്കാൻ പോയി കേസ് എടുത്താൽ നീ കൊടുക്കും. അറിഞ്ഞല്ലോ ടീച്ചർ അടിക്കാൻ പോയിട്ട് കേസ് കൊടുക്കും ഞാൻ കള്ളക്കേസ് കൊടുക്കുന്നു. നിങ്ങൾ തന്നെ അറിഞ്ഞല്ലോ കേസ് അറിഞ്ഞല്ലോ. സ്റ്റേഷൻ അല്ല പിള്ളേർ വീടെടുത്ത് കണ്ടന്റ് ആവട്ടെ. നമുക്ക് എന്താ കണ്ടന്റിന് കാണാം. പറഞ്ഞിട്ട് അവരെന്നെ കഥ ഉണ്ടാക്കാം. വീഡിയോ അവരെന്നെ കഥ ഉണ്ടാക്കാം. ഇതാണ് റെയിൽവേ സ്റ്റാഫിനെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾ ഡ്യൂട്ടി അടിക്കാൻ വരുത്താം മൈനർ അടിക്കാൻ വരുത്താം നിങ്ങളെ റീൽ ഉണ്ടാക്കുക. നമുക്കവിടെ പണിയില്ല മാന്യമായ സാറാണ് വളരെ സാറിനോടൊന്നും നമുക്കൊന്നുമില്ല. ഇയാളത് എടുക്കണ്ടല്ലോ മാന്യമായ ആളുകളോട്ട് എന്റെ റീൽ എടുക്കണം. ടീച്ചറുടെ പേര് സ്വന്തമായിട്ട് പറഞ്ഞിട്ട് എന്റെ മോന്റെ ഏജ് ആണ് നിനക്ക് സ്വന്തമായിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ കൈ പിടിച്ചില്ലേ ഇപ്പൊ കൈ പിടിച്ചോ ഇപ്പൊ കൈ പിടിച്ചോ അവയ്ക്ക് വീഡിയോ ഉണ്ട് സാറേ വീഡിയോ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇവന്മാര് കാണിച്ചു കൂട്ടുന്നത്? അവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് പോലും യാതൊരു ബോധവും ഇല്ലാത്ത കുറെ എണ്ണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവന്മാര് വീഡിയോയോ ലൈവോ എന്താന്ന് വെച്ചാൽ എടുത്തോട്ടെ കുഴപ്പമില്ല. ആക്ച്വലി റെയിൽവേയുടെ റൂൾ അനുസരിച്ച് വീഡിയോ എടുക്കുന്നത് തടയാനുള്ള അവകാശം ഉദ്യോഗസ്ഥർക്ക് ഉണ്ട്. പക്ഷെ ഇവര് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി എടുക്കുന്നതായതുകൊണ്ട് തന്നെ പോട്ടേന്ന് വെക്കാം. പക്ഷെ അതൊന്നും മര്യാദക്ക് എടുത്തൂടെ? ഇവരെന്തിനാണ് വെറുതെ പോയി പ്രൊവോക്ക് ചെയ്യുന്നത്? മിണ്ടാതെ വീഡിയോ എടുത്തൂടെ? ഇവര് വായ തുറന്നാൽ തന്നെ തീർന്ന്. പ്രത്യേകിച്ച് മമ്മു. സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവര് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് വീഡിയോ എടുത്തതെങ്കിലും ഇവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഇവന്മാരെ അറസ്റ്റ് ചെയ്യാനാണ് തോന്നുക. അമ്മാതിരി ചിലയല്ലേ ചലിക്കുന്നത്. ഇതൊക്കെ കേസായി കഴിഞ്ഞാണെങ്കിൽ വലിയ സുഖമൊന്നും ഉണ്ടാവൂല. ഇപ്പോഴത്തെ ആവേശമൊന്നും അപ്പം ഉണ്ടാവൂല. വീടിനുള്ളിൽ നിന്ന് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന പരിപാടിയല്ല ഇത്. താങ്കളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞ് TTRഉം റെയിൽവേ പോലീസും ഒരുമിച്ചൊരു കേസ് കൊടുത്താൽ കുറച്ചു കാലം പിന്നെ അതിന് പിന്നാലെ നടക്കാനും സമയം കാണും. എന്തായാലും ബാക്കി ഉണ്ടോക്കാം. നമ്മൾ ആദ്യം അപമര്യാദയായിട്ട് പെരുമാറിയില്ല. നമുക്ക് അതിന്റെ ഫുട്ടേജൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും റെയിൽവേന്റെ റൂള് പ്രകാരം റെയിൽവേ അകത്ത് കയറിയിട്ട് റെയിൽവേയുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മൾ വക്കീലിനോട് ചോദിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി എടുക്കാന്ന് പറഞ്ഞു. സാർ അപ്പൊ എന്നെ കൊല്ലാൻ മതി ഞാൻ പറയുന്നത് സാർ പറയട്ടെ സാർ നിങ്ങൾ ഇവിടെ വന്നിട്ട് ചിലവരും ട്രെയിൻ മൂവ് ആവുന്ന സമയത്ത് ഇങ്ങനെ അതൊന്നും പാടുന്നു പറ്റില്ല. പിന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ അനഗതമായിട്ടുണ്ടാവുകയാണെങ്കിൽ അത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്, നിങ്ങൾ ചെയ്യാം. ഇല്ല ഇദ്ദേഹത്തിന് ഇത് ആധാർ കാർഡ് കിട്ടിയ ഇല്ല കിട്ടിയില്ല ആധാർ കാർഡ് ഏടാ നേരമായിട്ട് TTR ഇവന്റെ ആധാർ കാർഡ് മേടിച്ചു അത് തന്നിട്ടില്ല. ആധാർ കാർഡ് ഏടാ കഴിച്ചേ അല്ല അത് ഇല്ലേ അത് വിളിക്കാറില്ല ഡ്രൈവ് എടുത്തിട്ട് ഇതുവരെ വീഡിയോ എടുത്ത് എല്ലാം ശരി ഓഫീസിൽ കയറി ഓഫീസ് കയറിയിട്ട് നമ്മൾ ലൈവ് എടുക്കുമല്ലോ. ലൈവ് ഉണ്ടാക്കി പിടിച്ചടിക്കാൻ ഉറപ്പെടുക്കും അധികാരം ഉണ്ടല്ലോ ഇവർക്ക് അടിക്കാനാ. സാറേ അദ്ദേഹത്തിന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ആരാണ് തീറ്റാണ് ഓഫീസിൽ ക്യാമറ കാണിക്കും. ഉള്ളിൽ കൊണ്ട് പോയിട്ടോ പുറത്ത് കാണില്ല. വേണ്ട എന്തിനാണ് അകത്തേക്ക് എടുക്കുന്നില്ല? അകത്ത് എടുക്കുന്ന മുമ്പില് ഞാനുണ്ട് പൊന്നു മേഡമേ. പിന്നെ വക്കീൽ ഒരു മിനിറ്റ് പിന്നെ അത് മൂപ്പര് പറഞ്ഞ എന്തോ ഇത് ആദ്യം സംസാരിക്കാൻ
ഇവിടുന്ന് ഫോട്ടോ ഉള്ളിലേക്ക് എടുക്കേണ്ട നമുക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാൽ ഫോൺ വെക്കാൻ പറ്റോ? ഫോൺ വെക്കാൻ പറ്റോ? അല്ലല്ല ലൈവ് ഉള്ളിലേക്ക് നമുക്ക് എന്ത് സംഭവിച്ചാൽ CCTV ഫുട്ടേജ് ടൈമും കൂട്ടുകാരുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് എന്റെ കൂട്ടുകാർ അങ്ങനെ ഇഷ്ടം സാറേ, എന്റെ സേഫ്റ്റി സാറേ. സ്വയം പിന്നെ അതിന് പുറപ്പെടാൻ എന്താ സംഭവം? ഇവിടെ ഇപ്പൊ ട്രെയിനിന്റെ ഉള്ളിൽ എന്താ സംഭവം സാറ് കണ്ടില്ലല്ലോ. സാറ് മര്യാദക്ക് സംസാരിക്കാം. ഇവിടെ നമ്മളെ സേഫ്റ്റിക്ക് സാറേ, നമ്മളെ സേഫ്റ്റിക്ക് എടുക്കുന്നതാ. സാറ് ഇപ്പൊ മര്യാദക്ക് സംസാരിച്ചത്, സാറ് സംസാരിച്ച പോലെയല്ല ബാക്കിയുള്ള ആൾ സംസാരിച്ചത്. സാറ് മര്യാദക്ക് സംസാരിച്ചത്. അത് വിട്. നിങ്ങൾ വീഡിയോ എടുക്കേണ്ട കാര്യം എന്താണ്? നമ്മളെ സേഫ്റ്റിക്ക് സാറേ. ഇത് സേഫ്റ്റി ടീച്ചർ അത്രയും ആൾക്കാർ ഇടയിൽ നിന്ന് അടിക്കാൻ പോകുന്നത്. പിന്നെ അതെന്താ ടീച്ചർ അന്നെ അടിക്കാൻ പോകുന്നു. മൈനറാണ് ഇപ്പൊ അടിക്കാൻ വന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? പിന്നെ വേറെ ടീച്ചർ എനിക്ക് ടീച്ചറിനെ അടിക്കാൻ വന്ന കേസ് എടുക്കുന്നു. അത് പ്രൂഫ് ഉണ്ട്, ഫുൾ വീഡിയോ പ്രൂഫ് ഉണ്ട്. വലുതാ ആരോ പറഞ്ഞു. അതൊക്കെ ഓക്കെ. ഇതിനകത്ത് ആവശ്യത്തിൽ കൂടെ ക്യാമറ ഉണ്ട്. ഒന്ന് അവിടെ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ക്യാമറ ഒന്നും എടുക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടെങ്കിൽ അവിടെ എന്താണ് ഫുട്ടേജ് കിട്ടും. മനസ്സിലായോ? CCTV ഫുട്ടേജ് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നല്ല ലീഗലായിട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് അതിനകത്ത് കയറുമ്പോൾ നിങ്ങളുടെ ക്യാമറ ഓഫ് ചെയ്യും. ഓക്കെ ജാസിയാ. അപ്പോ സ്റ്റേഷനിലുള്ള പരിപാടി ചെയ്യുന്നവരെ നമുക്ക് ഇവിടെ എന്റർടൈൻമെന്റ് ആക്കാം. ഏതാണ് ഈ വെടല? സ്റ്റേഷനുള്ളിലെ പരിപാടി കഴിയുന്നത് വരെ നമുക്ക് ഇവിടെ എന്റർടൈൻമെന്റ് ആക്കാൻ നോക്കി. ഇവൻ ഇതും ഒരു കോണ്ടന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. റെയിൽവേ പോലീസിന്റെ ഓഫീസാണിത്. മറ്റേ പോലീസ് മര്യാദക്ക് പറയുന്നുണ്ട് ഇവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. നിയമപ്രകാരം നോക്കുമ്പോൾ പോലീസുകാരും പറഞ്ഞത് ശരി തന്നെയാണ്, അവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല. റെയിൽവേ സ്റ്റേഷനിലെ പല സ്ഥലങ്ങളിലും വീഡിയോസ് എടുക്കുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അനുമതി വാങ്ങാതെ വീഡിയോ എടുത്താൽ അവർക്ക് കേസ് എടുക്കാം. ഈ ബോധമൊന്നും ഈ ചെക്കന്മാർക്കില്ല. ഇവരെ തൊപ്പിയും പിന്നെ ഒരു വക്കീലും കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണെന്ന് തോന്നുന്നു ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ ഈ ധൈര്യമൊക്കെ ഇതുപോലെ കണ്ടാൽ മതി, തീർന്നിട്ടില്ല. ഇനി ഇവര് മറ്റേ TTR പോയി കണ്ട് ഷോ ഇറക്കുന്ന സീനുണ്ട്, അതുകൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എടുക്കാൻ പറ്റില്ല. ഓക്കെ, ക്യാമറ ഉണക്കാൻ പറ്റും ട്രെയിനെത്തുന്നത്. അല്ല പറ്റത്തില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് പറയാൻ പറ്റില്ല. 2 ദിവസം കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സാറേ, ലൈവാ ബേബി പോകുന്നുണ്ട്. മക്കളെ ഏജ് ആളെ അടിക്കാൻ പറ്റുമോ? ഇയാൾ അടിക്കാൻ വന്നില്ല. ഞങ്ങള് രാജമാണിക്യത്തിന് മമ്മൂട്ടിയായില്ലേ ട്രെയിനിലുള്ള സ്ഥലം എവിടെയാ? തലശ്ശേരി. ഞാൻ കണ്ടൂല കടലായി പാണ് തലശ്ശേരി പാനല്ലേ. സാറിന്റെ അഡ്രസ് ഉണ്ട്. നോക്കി കണ്ടിട്ടോ. TTRയുടെ വിശ്രമ സ്ഥലത്ത് എങ്ങാനും പോയിട്ടാണ് ഇവൻ വീഡിയോ എടുക്കുന്നത് തോന്നുന്നു. അയാളുടെ അഡ്രസ് ഒക്കെ ചോദിച്ച് വാങ്ങുന്നുണ്ട്. എന്തിനാണാവോ ഭീഷണി സ്വരത്തിലാണ് സംസാരിക്കുന്നതൊക്കെ. ഇവനൊക്കെ ആരാന്ന വിചാരം? എങ്ങനെയും വിഷയം തീർത്ത് കഴിച്ചിലാവുന്നതിന് പകരം വീണ്ടും പ്രശ്നം ഉണ്ടാക്കാണ്. എന്താ പറയാ? എന്തായാലും സംഭവിച്ച കേസാവുന്നുള്ളത് ഉറപ്പാണ്. ഇനി എന്തൊക്കെ ഉണ്ടാവുന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.